ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണവും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം ഇന്ന് ഭൌമമണിക്കൂർ ആചരിക്കും. ഇത്തവണത്തെ ജ്ഞാനപീഠ പുരസ്കാരം ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രമുഖ ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. രാജ്യത്ത് 357 അനധികൃത ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് ഡിജിജിഐ 122 കോടി രൂപ കണ്ടുകെട്ടി. ഇന്ത്യ 2040ഓടെ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിന് തുടക്കം. ആദ്യ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. വാർത്തകൾ വിശദമായി. ശുദ്ധജലത്തിന്റെയും ജലസ്രോതസ്സുകളുടെ സുസ്ഥിര പരിപാലനത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ലോകം ഇന്ന് ജലദിനം ആചരിക്കുന്നു. ശുദ്ധജല വിതരണം സാധ്യമാക്കുന്നതിൽ ഹിമാനികളുടെ നിർണായക പങ്കിനും കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിൽ സംരക്ഷണ നടപടികളുടെ അടിയന്തര ആവശ്യകതയ്ക്കും ഊന്നൽ നൽകുന്ന ഹിമാനി സംരക്ഷണം എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിന പ്രമേയം. ലോക ജലദിനത്തിൽ ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാഗരികതകളുടെ ജീവനാഡിയായിരുന്നു ജലമെന്നും ഭാവി തലമുറയ്ക്കായി അത് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജലസംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രസ്ഥാനമായ ഭൌമ മണിക്കൂർ ആചരണത്തിൽ പങ്കുചേരും. എല്ലാ വർഷവും മാർച്ചിൽ അവസാന ശനിയാഴ്ചകളിലാണ് രാത്രി 8:30 മുതൽ 9:30 വരെ ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്. ജലത്തിന്റെ ഉപയോഗത്തിൽ അവബോധമുള്ളവരായിരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജൽശക്തി അഭിയാന് കീഴിലുള്ള ക്യാച്ച് ദ റെയിൻ 2025 യജ്ഞത്തിന് ഹരിയാനയിലെ പഞ്ച്കുലയിൽ തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് പൈപ്പ് വെള്ളം എത്തിക്കാൻ ജൽജീവൻ മിഷനിലൂടെ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. जल जीवन मिशन के द्वारा पानी दिया जाता है. इसकी वजह से लाखों बच्चों को मौत से बचा पाए हैं. 4 लाख से ज्यादा लोगों को डायरिया होने से बचा पाए. करीब 8.5 लाख रुपया लोगों का जो आरोग्य पे खर्च होता था उसमें भी बचत हुई है. മുതിർന്ന ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക് ജ്ഞാനപീഠം. ഈ പുരസ്കാരം നേടുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ സാഹിത്യകാരനാണ് ശ്രീ വിനോദ് കുമാർ ശുക്ല. നൌക്കർ കി കമീസ്, ദീവാർ മേം ഖിഡ്കി, റിക്തി ധി എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഇത്രയും വലിയ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വലിയ ഉത്തരവാദിത്വമാണ് ഇതിലൂടെ നിക്ഷിപ്തമായിരിക്കുന്നതെന്നും ശ്രീ ശുക്ല പ്രതികരിച്ചു. നികുതി വെട്ടിപ്പ് തടയുന്നതിനായി വിദേശത്ത് രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ മണി ഗെയിമിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്ത് ചരക്ക് സേവന നികുതി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ജനറൽ. വിദേശത്ത് രജിസ്റ്റർ ചെയ്ത നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മണി ഗെയിമിംഗ് സ്ഥാപനങ്ങളുടെ 357 വെബ്സൈറ്റുകൾ DGGI ബ്ലോക്ക് ചെയ്തു. ഇത്തരം സ്ഥാപനങ്ങളുടെ 392 ബാങ്ക് അക്കൌണ്ടുകളിലെ മൊത്തം 122 കോടിയിലേറെ രൂപ താൽക്കാലികമായി കണ്ടുകെട്ടി. പുതിയ സാങ്കേതിക വിദ്യകൾ ആവിഷ്കരിക്കുമ്പോൾ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ആവശ്യങ്ങൾക്ക് പരിഗണന നൽകണമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. അഹമ്മദാബാദിൽ ബിജൽപൂർ സ്റ്റാർട്ടപ്പ് फेस्टिवलिനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. फंड ऑफ फंड से हम और ज्यादा नए स्टार्टअप्स को सपोर्ट कर सके, ये आगे चल के एंजल टैक्स भी हटा दिया गया है. स्टार्टअप्स को मेंटरिंग हो, इन्वेस्टर्स के साथ कनेक्ट करने का मौका मिले, उसके लिए हमने एक पोर्टल भास्कर लॉन्च किया है. उस भास्कर पोर्टल में फंडिंग भी अवेलेबल है, मेंटरिंग भी है, आपको नए लोगों के साथ जुड़ने को भी मिलेगा. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഇരട്ടിയായതായി അന്താരാഷ്ട്ര നാണയനിധി. ഇക്കാലയളവിൽ GDPയിൽ ഇന്ത്യ 105% വളർച്ച കൈവരിച്ചതായി IMFന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2015ൽ $2.1 ട്രില്യൺ ആയിരുന്ന GDP 2025ൽ $4.3 ട്രില്യൺ ഉയർന്ന ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയതായും അന്താരാഷ്ട്ര നാണയനിധി വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സംയുക്ത പ്രവർത്തക സമിതി യോഗം ചെന്നൈയിൽ നടന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ പങ്കെടുത്തു. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുകയും തുടർന്ന് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ദൌത്യത്തിനുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ. ഇതിനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയതായും 2040ഓടെ നേട്ടം കൈവരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചാബിലെ ജലന്ധറിൽ സ്വകാര്യ സർവകലാശാലയുടെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപ ഭാവിയിൽ ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്നും ശ്രീ നാരായണൻ പറഞ്ഞു. We are going to have a orbiter for studying the Venus planet. We have got approval for Chandrayaan 4 and Chandrayaan 5. Chandrayaan 4 is a mission which will go take the sample from moon and bring back the sample for study. We are working on a next generation launcher which can place 30,000 kg in the low Earth orbit. 113ാമത് ബിഹാർ ദിവസ് ആഘോഷിച്ച് ശ്രീലങ്ക. കൊളംബോയിലെ സ്വാമി വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ 30,000-ഓളം പേർ പങ്കെടുത്തു. ശ്രീലങ്കൻ ബുദ്ധിസവും ബീഹാറിന്റെ സാംസ്കാരിക പാരമ്പര്യവും തമ്മിലുള്ള ബന്ധം ഉയർത്തിക്കാട്ടുന്നതായിരുന്നു പരിപാടി. ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഇ വിധാൻ ആപ്ലിക്കേഷൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഡൽഹി സർക്കാരും കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയവും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഡൽഹി നിയമസഭ ഡിജിറ്റൽ ഭരണത്തിലേക്ക് മാറുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, ഡൽഹി നിയമസഭാ സ്പീക്കർ വിജേന്ദർ ഗുപ്ത എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. സമൂഹത്തിൽ മാറ്റത്തിന്റെ മുന്നോടിയായി യുവാക്കൾ മാറണമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലഹരിമരുന്ന് വിപത്തിനെതിരെ പോരാടുന്നതിൽ വിദ്യാർത്ഥികളും നയരൂപീകരണ കർത്താക്കളും സജീവമായി പങ്കാളികളാകണമെന്നും സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ പ്രചാരണം ഉദ്ഘാടനം ചെയ്ത് ഗവർണർ പറഞ്ഞു. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ എല്ലാ പാഠപുസ്തകങ്ങളുടെയും വിതരണം മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ 9ാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുൻപ് പ്രകാശനം ചെയ്ത് വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണ ഉദ്ഘാടനവും ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് UGCയുടെ നമ്പർ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ചതായി മന്ത്രി ആർ ബിന്ദു. ഇതിലൂടെ സർവകലാശാലയ്ക്ക് കൂടുതൽ സ്വതന്ത്രമായ ഗവേഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. കാഥികനും നാടക പ്രവർത്തകനുമായ ഐലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകം മുൻ സെക്രട്ടറിയായിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം പതിപ്പിന് തുടക്കമായി. IPLലെ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുത്തു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. മെഡൽ പട്ടികയിൽ ഹരിയാന 1ാമതും തമിഴ്നാട് 2ാമതും ഉത്തർപ്രദേശ് 3ാമതുമാണ്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ജയം. യുറുഗ്വയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീന തോൽപ്പിച്ചത്. പരിക്കിന്റെ പിടിയിലായ നായകൻ ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ ഇറങ്ങിയ അർജന്റീനയ്ക്കായി തിയാഗോ അൽമഡയാണ് ഗോൾ നേടിയത്. അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ബോക്സിംഗ് റിംഗിൽ ബിഗ് ജോർജ് എന്നറിയപ്പെട്ടിരുന്ന ഫോർമാൻ 1960കളിലാണ് കരിയർ ആരംഭിച്ചത്. ഒളിമ്പിക് സ്വർണ്ണമടക്കം നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതിയിലൂടെ 14 പ്രധാന മേഖലകളിൽ നിന്നായി 746 അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഇതിൽ 176 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളും ഉൾപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസംരക്ഷണവും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം ഇന്ന് ഭൌമമണിക്കൂർ ആചരിക്കും. ഇത്തവണത്തെ ജ്ഞാനപീഠ പുരസ്കാരം ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രമുഖ ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. രാജ്യത്ത് 357 അനധികൃത ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് DGGI. 122 കോടി രൂപ കണ്ടുകെട്ടി. ഇന്ത്യ 2040ഓടെ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിന് തുടക്കം. ആദ്യ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.